ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 12ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് മെഡൂസയും ഷീഷാനും തമ്മിലുള്ള ഫൈറ്റ് ആണ്. എന്നാൽ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് യാണിനെ ആക്രമിക്കാതെ തിരികെ അവരുടെ സ്ഥലത്ത് എത്തിയ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയാണ്. അവരുടെ ടാർഗറ്റ് യാൺ ആയിരിക്കുമെന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടർ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്താണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ വിഷമിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഹാൻഫെങ് അവിടെ എത്തി അവനെ കിട്ടിയില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹാൻഫെങ് അന്ന് മരിച്ചിട്ടില്ലായിരുന്നു, വെറുതെ ബോധം പോയതായിരുന്നു. അവനെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ പറഞ്ഞത് അവൻ എപ്പോഴും ജാഗ്രതയോടെയാണ് ഇരുന്നത്, അവന്റെ ഫ്ലെയിംസ് എന്റെ നേരെ പ്രയോഗിച്ചു, അതുകൊണ്ട് അവനെ പിടിക്കാൻ സാധിച്ചില്ല. ഡെഡ് ലൈൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, അതിനു മുമ്പ് പിടിക്കാം എന്നൊക്കെ പറയുന്നു. ഹാൻഫെങ് ആകട്ടെ യാണിന്റെ ശക്തി അടിച്ചമർത്താൻ വേണ്ടി ഒരു എലിക്സർ കൂടി കൊടുക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ യാണിനെ എളുപ്പത്തിൽ കൊല്ലുവാൻ സാധിക്കും, അവന്റെ ഫ്ലെയിംസുകളൊന്നും ഒരു തടസ്സമാകില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ പറയുന്നത് അവനെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ എന്നാണ്. ഹാൻഫെങ് അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നത് അവനെ കൊല്ലുവാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ ഇഞ്ചുറി കാരണമാണ് അത് സാധിക്കാത്തത് എന്നാണ്. അതിനുശേഷം ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് അവനെ നേരത്തെ പരിചയമുണ്ടോ, എന്താണ് അവനെ കൊല്ലാൻ ഇത്ര മടി എന്നൊക്കെ ചോദിക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ അതിന് മറുപടി പറയാതെ അവനെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള വിഷം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. ഹാൻഫെങ് അപ്പോൾ പറയുന്നത് ഇത്രയും നാൾ അവര് മരിക്കാതെ നിലനിന്നത് തന്നെ ഹാൻഫെങ് കൊടുത്ത പില്ല് കൊണ്ടാണ്, അതുകൊണ്ട് തീർച്ചയായും അവന് അത് സാധിക്കുമെന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ യാണിനെ കൊല്ലുന്നതായിരിക്കും ഞങ്ങളുടെ അവസാനത്തെ ദൗത്യം, ഇതിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടറും പറയുന്നു. ഹാൻഫെങ് അപ്പോൾ സോൾ ഹാളിലെ ആളുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. താൻ എപ്പോഴാണ് വാക്ക് തെറ്റിച്ചിട്ടുള്ളത്, തീർച്ചയായും അവനെ കൊല്ലുകയാണെങ്കിൽ വാക്ക് പാലിക്കും, പക്ഷെ അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തണം, അല്ല എങ്കിൽ ശേഷിച്ച ജീവിതകാലം നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കേണ്ടി വരും, ഞങ്ങൾക്ക് വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെയാണ് ഷീഷാനും മെഡൂസയും തമ്മിലുള്ള ഫൈറ്റ് കാണിക്കുന്നത്. ആ ഫൈറ്റിൽ അവസാനം മെഡൂസ പരാജയപ്പെട്ട് മെഡൂസയുടെ കഴുത്തിൽ ഷീഷാൻ കത്തിവെക്കുന്നു. എന്നിട്ട് ഷീഷാൻ പറയുന്നത് അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അത് യാണിനെ അറിയിക്കാം എന്നാണ്. മെഡൂസ അപ്പോൾ ആകുലതയോടെ യാണിനെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. യാണിനെ കൊന്നു എന്ന് ഷീഷാൻ പറയുന്നു. അത് കേട്ട് മെഡൂസയ്ക്ക് ശരിക്കും ദേഷ്യമാകുന്നു. മെഡൂസയുടെ കണ്ണ് പ്രത്യേക നിറമാകുന്നു. അതിനുശേഷം കണ്ണിലെ കൃഷ്ണമണി പൂക്കളുടെ രൂപത്തിലേതുപോലെയാകുന്നു. ആനിമേഷനിലാണെങ്കിലും ഫസ്റ്റ് സീസണിലാണെങ്കിലും ഈ ഒരു സ്കില്ല് ഉണ്ടായത് മറ്റൊരു ക്യാരക്ടറിനായിരുന്നു. എന്നാൽ ഈ സീരീസിൽ എല്ലാ കഴിവുകളും മെഡൂസയ്ക്കാണുള്ളത്. അങ്ങനെ ചെയ്തത് മൂലം ഷീഷാൻ മെഡൂസയുടെ കൺട്രോളിലാകുന്നു. അങ്ങനെ മെഡൂസ ഷീഷാന്റെ കഴുത്തിൽ കത്തിവെക്കുന്നു. ഷീഷാൻ ആകട്ടെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നിനക്ക് യാൺ എവിടെയാണെന്ന് അറിയേണ്ടേ എന്ന് ചോദിക്കുന്നു. എന്നാൽ മെഡൂസ അവളേലും ബുദ്ധിയുള്ളവളായിരുന്നു. മെഡൂസ പറയുകയാണ് നിനക്ക് യാണിനെ പിടിക്കാൻ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു, എന്നെ അവന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തണം, അതുകൊണ്ടല്ലേ എന്നെ നീ ടാർഗറ്റ് ചെയ്തത്. യാണിനെ അവർ ഒറ്റയ്ക്കാക്കി കൊല്ലുവാനാണ് പ്ലാൻ ചെയ്തതെന്ന് മെഡൂസയ്ക്ക് മനസ്സിലാകുന്നു. ഷീഷാൻ അപ്പോൾ പറയുകയാണ് സത്യത്തിൽ എനിക്കല്ല അവനെ കൊല്ലേണ്ടത്. മെഡൂസ അപ്പോൾ പിന്നെ ആർക്കാണെന്ന് ചോദിക്കുന്നു. ഷീഷാൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് അത് നിങ്ങൾ കാര്യമാക്കേണ്ട, ആര് തന്നെ ആയാലും വിഷം മൂലം യാണിപ്പോൾ മരിച്ചിട്ടുണ്ടാകും. മെഡൂസ അപ്പോൾ ദേഷ്യത്തോടെ അവളെ തറപ്പിച്ചു നോക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറെ നോക്കുകയാണെങ്കിൽ യാണിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. യാണിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടറിനാണെങ്കിൽ യാണിനെ കൊല്ലാനും സാധിക്കുന്നില്ല. അല്പം കഴിയുമ്പോൾ യാൺ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊടുക്കുന്നു. യാണിനെ അവരെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നും മുഖം മൂടിയും ഒക്കെ ആയിരുന്നു യാണിനോട് സംസാരിച്ചത്. താൻ ഇപ്പോൾ എവിടെയാണെന്ന് യാൺ ചോദിച്ചപ്പോൾ ഡീമൺ ഫ്ലെയിം വാലിയിലാണെന്നും ലിറ്റിൽ ഫെയറി ഡോക്ടർ ഒരു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൽക്കമിസ്റ്റ് ആണെന്നും ബോധമില്ലാത്ത അവസ്ഥയിലാണ് യാണിനെ കണ്ടത്, ഒരു ദിവസം മുഴുവനും അവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം റിക്കവർ ആകാൻ വേണ്ടി വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറഞ്ഞ ഒരു മെഡിസിനും കൊടുക്കുന്നു. മാത്രമല്ല ശക്തിയെല്ലാം വീണ്ടെടുത്ത ഉടനെ തന്നെ അവിടുന്ന് പോകാനും ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ യാണിനെ രക്ഷപ്പെടുത്താനായിരിക്കാം ലിറ്റിൽ ഫെയറി ഡോക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാൺ അത് വാങ്ങുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല ആ വ്യക്തിയെ യാണിന് നല്ല പരിചയമുള്ളത് പോലെ തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യാൺ ആവശ്യപ്പെടുന്നത് അവരുടെ മുഖം ഒന്ന് കണ്ടോട്ടെ എന്നാണ്. തന്റെ രൂപവുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല, തന്റെ മുമ്പിൽ കിടന്ന് ആരും മരിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവനെ രക്ഷിച്ചത് എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നു. യാണപ്പോൾ അങ്ങനെയെങ്കിൽ പേരെങ്കിലും പറഞ്ഞൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ കൊടുത്ത മരുന്ന് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും മെഡൂസയുടെ ശക്തി അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മെഡൂസ അവിടെ എത്തുന്നു. അത് വിഷമാണ്, നിന്റെ കൂടെ ഉള്ളത് സ്കോർപിയൻ ഗേളിന്റെ കൂടെ പ്രവർത്തിക്കുന്ന പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഡൂസ അവിടെ എത്തുന്നത്. എന്നാൽ യാൺ പറയുന്നത് എന്നെ കൊല്ലാനായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ അവൾ കൊല്ലുമായിരുന്നു എന്നാണ്. അത് കേട്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ ചോദിക്കുകയാണ് അപ്പോ നീ ഇന്നലെ
ബോധം കെട്ടതുപോലെ അഭിനയിച്ചതായിരുന്നോ? അതെ, നിന്റെ നീക്കങ്ങൾ അറിയുന്നതിന് വേണ്ടി തന്നെ. പക്ഷേ നിന്റെ ഓറ എനിക്ക് വളരെ പരിചിതമായിട്ട് തോന്നുന്നു. മെഡൂസ അപ്പോൾ നിനക്ക് ഇവളെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ യാൻ പറയുകയാണ്, ലിറ്റിൽ ഫെയറി ഡോക്ടർ, നിങ്ങളെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനുശേഷമാണ് എങ്ങനെയാണ് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ പരിചയപ്പെട്ടത് എന്ന കാര്യമൊക്കെ യാൻ ഇവിടെ സംസാരിക്കുന്നത്. ബീസ്റ്റ് മൗണ്ടനിൽ വെച്ച് ബീസ്റ്റ് ഫ്ലെയിം അബ്സോർബ് ചെയ്യുന്ന സമയത്ത് യാണിന് നല്ല രീതിയിൽ പരിക്കേറ്റിരുന്നു. അതിനുശേഷം എങ്ങനെയോ അവൻ ലൂഷ് ടൗണിലെത്തി. അവിടെ വെച്ച് ആളുകൾ നോക്കി നിൽക്കുകയല്ലാതെ അവനെ സഹായിക്കാൻ തയ്യാറായില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടർ മാത്രമാണ് അവനെ സഹായിച്ചത്. എന്നാൽ അതൊക്കെ കേട്ടിട്ടും താൻ ലിറ്റിൽ ഫെയറി ഡോക്ടർ അല്ല, മെഡൂസ പറഞ്ഞതുപോലെ ഷീഷാന്റെ കൂടെ ഉള്ളതാണ്, നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കാൻ ഒരുങ്ങുന്നു. യാൻ അപ്പോൾ ചോദിക്കുന്നത് വേറൊന്നുമല്ല, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ അവനെ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അവന്റെ കയ്യിലെ മോതിരം കണ്ട് അത് യാണാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു അവനെ കൊല്ലാതിരുന്നത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിനൊന്നും പ്രോപ്പറായിട്ട് ഉത്തരം പറയാനായില്ല. അതിനുശേഷം യാൻ ചോദിക്കുന്നത്, അവള് പുറപ്പെടുവിക്കുന്ന പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഉപയോഗിച്ച ആളുകളെ രക്ഷിക്കാറുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ് ലിറ്റിൽ ഫെയറി ഡോക്ടറിനുള്ളത്. ഇൻബോൺ ആയിട്ട് ശരീരം മുഴുവനും വിഷമായിരിക്കും. എന്നാൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ ദേഷ്യത്തോടെ മിണ്ടാതിരിക്കാൻ പറയുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു സംഭവം ലിറ്റിൽ ഫെയറി ഡോക്ടർ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. യാണിനെ അന്ന് രക്ഷിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ലിറ്റിൽ ഫെയറി ഡോക്ടറെ കൊല്ലുന്നതിന് വേണ്ടി അവളുടെ വീട് വളഞ്ഞിരുന്നു. യാൺ കാരണമായിരുന്നില്ല, മറിച്ച് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി കാരണമായിരുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ശരീരം മുഴുവനും വിഷമായതുകൊണ്ട് തന്നെ അതുമൂലം പലരും മരിച്ചിട്ടുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണ്, ശപിക്കപ്പെട്ടതാണ് എന്നിങ്ങനെയാണ് ആളുകൾ കരുതുന്നത്. അതുകൊണ്ടാണ് ആളുകൾ എല്ലാവരും ഒത്തുകൂടി ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കൊല്ലാൻ ഒരുങ്ങിയത്. എന്നാൽ യാൺ മാത്രം അന്ന് അവളെ രക്ഷിക്കാൻ ഒരുങ്ങി. ഇതെന്റെ വിധിയാണ്, നിനക്ക് ഓടി രക്ഷപ്പെട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് യാണിനെ ലിറ്റിൽ ഫെയറി ഡോക്ടർ ഒരുപാട് പ്രാവശ്യം തടയാനൊക്കെ ശ്രമിച്ചതായിരുന്നു. എന്നാൽ യാൺ ആകട്ടെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. സാധാരണ ഒരു കീടം പോലും സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവളുടെ ജീവൻ അവസാനിക്കേണ്ടത് എന്നാണെന്ന് അവിടുത്തെ ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും ലിറ്റിൽ ഫെയറി ഡോക്ടർ അവസാനം യാണിനോട് പറയുകയാണ്, നീ ഒരു കൾട്ടിവേറ്റർ അല്ലേ, എന്നെ കൊന്നുകൊണ്ട് ഇവിടുന്ന് പൊക്കോളൂ, അതുമൂലം പുറത്തുള്ള ജനങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ യാൺ താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോ വിഷമത്തോടെ ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുകയാണ്, ഒരു കൾട്ടിവേറ്റർ ആയിരുന്നിട്ട് പോലും നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല, പക്ഷേ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും ഞാൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. ജനിച്ചപ്പോ തന്നെ വിഷവുമായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ ആളുകൾ എന്നെ ഒരു ഡീമൻ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്തിന്, അത് സത്യമാണെന്ന് ഞാൻ പോലും വിശ്വസിച്ചിരുന്നു. പക്ഷേ അങ്ങനെ വിശ്വസിക്കാതിരുന്നത് എന്റെ അമ്മ മാത്രമായിരുന്നു. അങ്ങനെ ആ ഗ്രാമം വിട്ട് എന്റെ അമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വെച്ചാണ് എന്റെ അമ്മ എന്നെ ഒരു ഡോക്ടർ ആകാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. എന്നാൽ എനിക്ക് 10 വയസ്സായപ്പോൾ എന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള വിഷം ആക്ടിവേറ്റ് ആയി. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതായിരുന്നു എന്നിൽ നിന്ന് ദൂരെ പോകാൻ. എന്നാൽ എന്നെ വിട്ടുപോകാൻ എന്റെ അമ്മ തയ്യാറായില്ല. അതുമൂലം എന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ അമ്മ മരിക്കുകയായിരുന്നു. ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? യാൺ അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഇതൊന്നും നിന്റെ തെറ്റല്ല, നീ ഇപ്പോ മരിക്കുകയാണെങ്കിൽ നിന്റെ അമ്മ നിനക്ക് വേണ്ടി മരിച്ചതൊക്കെ വെറുതെ ആകുമെന്നൊക്കെ പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞിട്ടും യാൺ അവളെ വിട്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ യാണിന്റെ മുഖത്തടിച്ച്, അവളുടെ ശരീരത്തിലെ വിഷം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അവളുടെ ചുറ്റിലുള്ള എല്ലാവരും മരിക്കും, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് യാണിനെ അവിടുന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും യാൺ അവളെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. അവളുടെ സുന്ദരമായിട്ടുള്ള ഭാവിയെ കുറിച്ച് പറഞ്ഞു. യാണിന് അവളുടെ ശരീരത്തിലെ വിഷം ഏൽക്കില്ല, അതുവഴി ഈ വിഷത്തിന്റെ കാര്യത്തിൽ ഞാനൊരു എക്സെപ്ഷൻ ആണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാ ജനങ്ങളോടുമായിട്ട് യാൺ ഇങ്ങനെ ചോദിച്ചു, ഇവളൊരു ഡോക്ടറാണ്, ഇവള് രക്ഷിക്കാത്ത ആരെങ്കിലും ഈ ഗ്രാമത്തിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ആക്രമിക്കൂ, അത് ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും ഉത്തരം പറയാൻ സാധിച്ചില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും അവർ പറയുന്നത് അവളെ കൊല്ലണം എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളവൾ ജനിക്കാൻ പോലും പാടില്ല എന്നൊക്കെ അവർ പറയുന്നു. കുത്തിയുള്ള അവരുടെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് കൺട്രോൾ പോകുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവളെ അറ്റാക്ക് ചെയ്യാനും പറഞ്ഞിരുന്നു. അവരുടെ കയ്യിൽ കുറെ അമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യാൺ അതൊക്കെ തടുക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ട് ശരിക്കും ദേഷ്യം വരുന്ന ലിറ്റിൽ ഫെയറി ഡോക്ടർ തന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അത് കണ്ട് പേടിച്ച് ഒരുപാട് ആളുകൾ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഗ്രാമത്തലവൻ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി മാത്രം അവിടെ തന്നെ നിൽക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ ആകട്ടെ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാള് തന്നെ ആദ്യം ആക്രമിക്കുന്നു. എന്നാൽ യാൺ അയാളുടെ മുമ്പിൽ വന്നു നിന്ന്
അത് ഏറ്റുവാങ്ങുകയായിരുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ ആകട്ടെ അത് കണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. യാൺ അപ്പോൾ പറയുന്നത്, ഞാൻ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തതല്ല, നീ ഒരു മോൺസ്റ്റർ ആകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. യാൺ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞതാണ് അവൾ അങ്ങനെയായി തീർന്നത് ഒരിക്കലും അവളുടെ തെറ്റല്ല എന്നൊക്കെ. അത് തന്നെയാണ് ഇവിടെ കരഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ ഇതേ സമയം പറയുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആളുകൾ എവിടെ പോയാലും എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? യാൺ അപ്പോൾ പറയുന്നത്, നീ അവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, പക്ഷെ അത് അവർക്ക് കാണാനാകുന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ കാണാനാകും, നിന്റെ നന്മകൾ കാണാനാകും. ലിറ്റിൽ ഫെയറി ഡോക്ടർ ആകട്ടെ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ, പക്ഷേ വൈകിപ്പോയി, നിന്നെ ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നു. യാൺ അപ്പോൾ ദേഷ്യത്തോടെ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ശേഷം തീർച്ചയായും അവൾക്കത് സാധിക്കും, അവളുടെ ശരീരത്തിലുള്ള വിഷത്തെ അവൾക്ക് കൺട്രോൾ ചെയ്യാനാകും. ആരും അവളുടെ കൂടെ നിന്നില്ലെങ്കിലും ആരൊക്കെ അവളെ ചതിച്ചാലും എപ്പോഴും യാൺ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് യാൺ അവൾക്ക് വാക്കു കൊടുത്തു. ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടം വിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ലൂഷാൻ ടൗണിന് പുറത്തേക്കുള്ള ഒരു ലോകത്തേക്ക് അവൾ പോയിട്ടില്ല. യാൺ ആയിരുന്നു ലൂഷാൻ ടൗണിന് പുറത്തുള്ള ലോകത്തെ കുറിച്ചൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തത്. അത് മാത്രമല്ല അന്നൊരു വാക്കും കൊടുത്തിരുന്നു, അവനൊരു ഗ്രേഡ് 3 ആൽക്കമിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിലെ വിഷത്തെ കൺട്രോൾ ചെയ്യാനുള്ള പില്ല് ഉണ്ടാക്കി കൊടുക്കും, ആരെയും അവളെ കളിയാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ അടുത്ത് കണ്ണടച്ച് കിടന്നതായിരുന്നു. അതിനുശേഷം കണ്ണു തുറന്നപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറെ കണ്ടില്ല. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം യാൺ ചോദിക്കുകയാണ്, അതിനുശേഷം ഞാൻ കണ്ണു തുറന്നപ്പോൾ നിന്നെ കണ്ടില്ല, നീ എങ്ങോട്ടാണ് പോയത്, എങ്ങനെയാണ് നീ ഇവിടെ വന്നത്? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നെങ്കിലും യാണിനോട് ദേഷ്യത്തോടെ അവിടുന്ന് പോകാനും വാലി മാസ്റ്റർ ഉടനെ തന്നെ അവിടെ എത്തുമെന്നും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ യാൺ പറയുകയാണ്, എനിക്ക് അറിയാമായിരുന്നു, ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പറയൂ, ആരാണ് ഈ വാലി മാസ്റ്റർ? അത് ഹാൻഫെങ് ആണെന്ന് പറയുമ്പോൾ യാണിന് ശരിക്കും ദേഷ്യമാകുന്നു. ഹാൻഫെങ്ങിനെ അറിയാമെന്നും അവനാണ് എന്റെ ഫാദറിനെ കൊന്നതെന്നും അവനോട് ഞാൻ പ്രതികാരം വീട്ടാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ യാൺ പറഞ്ഞു കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുകയാണ്, അവനെ നിനക്ക് ഡീല് ചെയ്യാൻ സാധിക്കില്ല, അവൻ നിന്നെക്കാളും പവർഫുൾ ആണ്. അത് മാത്രമല്ല ഞാൻ പഴയ ലിറ്റിൽ ഫെയറി ഡോക്ടർ അല്ല, ഹാൻഫെങ് തരുന്ന എലിക്സറിന്റെ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ. യാൺ അപ്പോൾ ഹാൻഫെങ് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, അവൻ കള്ളനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും യാണിനോട് അവിടുന്ന് പോകാനാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും മെഡൂസ ഷീഷാനുമായിട്ട് അവിടെ എത്തി. യാൺ പറയുന്നതാണ് ശരി, അവനെ വിശ്വസിക്കാൻ പറയുന്നു. ഷീഷാന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഷീഷാനുമായിട്ട് മെഡൂസ അവിടെ എത്തിയത്. ഷീഷാൻ ആകട്ടെ അവർ പറയുന്ന ഒന്നും കേൾക്കരുത്, വാലി മാസ്റ്ററിന് മാത്രമേ അവരെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു, അതായത് ഹാൻഫെങ്ങിന്. അത് കണ്ടു കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ എനിക്ക് ഭീഷണി ഇഷ്ടമല്ല എന്ന് പറയുന്നു. യാൺ പറയുകയാണ്, നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശവുമില്ല, നിങ്ങൾ ഹാൻഫെങ്ങിന്റെ കെണിയിൽ ചെന്ന് വീഴരുത്, നിങ്ങളെ എനിക്ക് സുഖപ്പെടുത്താനാകും, അതിനു വേണ്ട ആന്റിഡോട്ട് ഉണ്ടാക്കാനാകും. ഒരിക്കൽ നീ എന്നെ വിശ്വസിച്ചതല്ലേ, വീണ്ടും വിശ്വസിച്ചാൽ എന്താണ്? ആർക്ക് നിന്നെ ചതിച്ചാലും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാനൊരു എക്സെപ്ഷൻ ആണ് എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്നെ വിശ്വസിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ അത് നീ തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ യാണിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നു. ശേഷം ഷീഷാനെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറയുന്നു. യാൺ പറയുന്നതൊന്നും തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം വേറെ നിവൃത്തിയില്ലാതെ ഷീഷാനെ പോകാൻ അനുവദിക്കുന്നു. യാണിനോടാകട്ടെ ലിറ്റിൽ ഫെയറി ഡോക്ടർ ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടറും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. മെഡൂസ ഫോളോ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ യാൺ തടയുകയാണ്. മെഡൂസ അപ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാണ്. ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്ന യാൺ അപ്പോൾ ചോദിക്കുകയാണ്, ഒരിക്കൽ അവൾ എന്നെ വിശ്വസിച്ചതാണ്, വീണ്ടും അവൾ എന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത്? ശേഷം ഹാൻഫെങ്ങിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. രാത്രിയിലും പ്രതീക്ഷ കൈവിടാതെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ തന്നെ യാൺ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോ മെഡൂസയാണ് പറയുന്നത്, നീ എത്ര നേരം കാത്തിരുന്നത് കൊണ്ടും ഒരു കാര്യവുമില്ല, അവർ തിരികെ വരാൻ പോകുന്നില്ല. മെഡൂസ അപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. യാൺ അപ്പോൾ പറയുന്നത് അവർ ഹാൻഫെങ്ങിന്റെ ദുഷ്ടതയുടെ ഇരകളാണ് എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ചോര തുപ്പി പോയിരുന്നു. അവിടുത്തെ വായുവിലുള്ള വിഷം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് മെഡൂസ പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ഹാൻഫെങ്ങിനെ നേരിടുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് അവനെ കീഴടക്കാനാകില്ല എന്ന് മെഡൂസ പറയുന്നു. യാണാകട്ടെ അപ്പോൾ നേരത്തെ ലിറ്റിൽ ഫെയറി ഡോക്ടർ കൊടുത്ത മെഡിസിൻ കഴിക്കാൻ ഒരുങ്ങുന്നു. മെഡൂസ അത് കഴിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അവളെ വിശ്വാസമാണെന്ന് പറഞ്ഞ് യാൺ അത് കഴിക്കുകയായിരുന്നു. അത് കഴിച്ച ഉടനെ തന്നെ അതിന്റെ ആഘാതമേറ്റ പോലെ യാൺ അഭിനയിക്കുന്നു. മെഡൂസ അത് കണ്ട് ഞെട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ പറ്റിച്ചതാണ് എന്ന് പറയുന്നു. മെഡൂസ അത് കണ്ട് ദേഷ്യത്തോടെ അവനെ അടിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പറയുകയാണ്, എങ്ങനെ നിനക്ക് അവളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായി? അതൊരു പക്ഷേ ഹാൻഫെങ് നിനക്ക് വേണ്ടി വെച്ച ട്രാപ്പായിരുന്നെങ്കിലോ? യാണാകട്ടെ അതിന് മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബോധം കെട്ട് വീഴുന്നു. മെഡൂസ അപ്പോൾ അവൻ വീണ്ടും അഭിനയിക്കുകയാണ് എന്നാണ് കരുതിയത്. പക്ഷെ എത്രയൊക്കെ തട്ടി വിളിച്ചിട്ടും അവൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട് മെഡൂസ അല്പം ആകുലപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് ഷീഷാനെയും ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയുമാണ്. യാൺ
യാണിനെ കൊല്ലാതെ വിട്ടതിനുള്ള കാരണം എന്താണ്, അവനുമായിട്ടുള്ള ബന്ധം എന്താണ്, അവൻ ഷീഷേനേക്കാളും വലുതാണോ എന്നൊക്കെയാണ് ഷീഷാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ചോദിക്കുന്നത്. എന്നാൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. ഇപ്പൊ നിനക്ക് റെസ്റ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞ് ഷീഷാന് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നു. എന്നാൽ അതൊക്കെ തട്ടിക്കളഞ്ഞ് ദേഷ്യത്തോടെ ഷീഷാൻ പറയുന്നത്, നിന്റെ ജീവനേക്കാളും വലുതാണോ നിനക്ക് യാൻ? നിനക്ക് നിന്റെ ജീവനെ തന്നെ സംരക്ഷിക്കാനാകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നീ എന്നെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ്. അതുമാത്രമല്ല, ഇത്രയും നാൾ വാലി മാസ്റ്റർ ആയിട്ടുള്ള ഹാൻഫെങ്ങിന് വേണ്ടി എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ യാൻ നിനക്ക് എന്നോ ഒരു സഹായം ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ നിനക്ക് ചെയ്ത സഹായങ്ങളൊക്കെ നീ മറന്നു. അതെല്ലാം കേട്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നത്, ഇതുവരെയും അവൾ ജീവനോടെ ഇരുന്നതിന് പിന്നിൽ യാണും ഷീഷാനും ഒക്കെയാണ്. ആ സ്ഥിതിക്ക് എന്റെ രക്ഷകരെ എനിക്ക് ഒരിക്കലും കൊല്ലാനാകില്ല. പ്രത്യേകിച്ച് ഞാനൊരു ഡോക്ടറാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുകയാണ് വേണ്ടത്. യാൻ എന്റെ ശരീരത്തിലെ വിഷമൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഷീഷാൻ അതൊക്കെ കേട്ടിട്ട് പറയുന്നത്, യാണിന് ഒരിക്കലും അവരെ സഹായിക്കാനാകില്ല. അവരുടെ ഫീലിങ്സ് ഒന്നും യാണിന് മനസ്സിലാകില്ല. അവന്റെ ശരീരത്തിൽ നമ്മുടേതുപോലെ വിഷമൊന്നുമില്ല. അവന് എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെയാണ്. എന്നാൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നത്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും തനിക്ക് യാണിനെ കൊല്ലാനാകില്ല. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. യാണിനെ കൊല്ലുന്നതിലും ഭേദം മരിക്കാൻ പോലും തയ്യാറാണ് എന്നാണ്. അപ്പോഴേക്കും ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ശരീരത്തിലെ വിഷം ആക്ടിവേറ്റ് ആവുന്നു. അത് കണ്ട് ഷീഷാൻ ഉടനെ തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് വേണ്ടി മെഡിസിൻ എടുക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അതിന്റെ ഉള്ളിൽ മെഡിസിൻ ഒക്കെ തീർന്നു പോയിരുന്നു. ഉടനെ തന്നെ ആ മെഡിസിൻ വാങ്ങാൻ ഹാൻഫെങ്ങിന്റെ അടുത്തേക്കാണ് ഷീഷാൻ പോകുന്നത്. ലിറ്റിൽ ഫെയറി ഡോക്ടർ തടയാൻ ശ്രമിച്ചതാണ്, പക്ഷെ സാധിച്ചില്ല. യാണിനെ നോക്കുകയാണെങ്കിൽ യാണിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. മെഡൂസ അപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇവൻ എന്താണ് ബോധം വരാത്തതെന്ന്. ആകുലതയോടെ യാണിന്റെ മുടിയിലൊക്കെ തലോടുന്നു. ഉടനെ തന്നെ യാണിന് ബോധം വരുന്നു. പക്ഷേ ബോധം വന്നിട്ടും വേദന അനുഭവിക്കുന്നവനെ പോലെ മെഡൂസയുടെ മുമ്പിൽ യാൺ അഭിനയിക്കുന്നു. എന്നാൽ മെഡൂസ അത് മനസ്സിലാക്കി അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് ദീർഘശ്വാസം വിട്ട് യാൺ പറയുകയാണ്, ഞാനിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഞാൻ പറഞ്ഞില്ലേ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ മരുന്ന് ഫലിക്കുമെന്ന്. അവൾ എന്നെ പറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മെഡൂസ അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ ജീവൻ വെച്ചാണ് നീ കളിക്കുന്നത് എന്നൊക്കെ. യാൺ അപ്പോൾ മെഡൂസയും പൂർവാധികം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ആ മരുന്ന് മെഡൂസയുടെ നേരെയും വെച്ച് നീട്ടുന്നുണ്ട്. അതിനുശേഷം അടുത്ത നീക്കത്തിന് തയ്യാറാകാം എന്ന് പറഞ്ഞ് അവർ മറ്റൊരു സ്ഥലത്തെത്തുന്നു. ആ സ്ഥലത്തെ സ്മെല്ല് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ സ്ഥലമാണ് അതെന്നാണ് യാണിന് തോന്നിയത്. ഒരുപാട് ഹെർബ്സുകൾ ഉള്ള സ്ഥലമായിരുന്നു അത്. ലിറ്റിൽ ഫെയറി ഡോക്ടറും ഒരുപാട് ഹെർബ്സുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് യാണിന് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ഗന്ധം അവിടെ ഫീൽ ചെയ്തത്. അതിനുശേഷം അവന്റെ ഹെവൻലി ഫ്ലെയിംസ് ഉപയോഗിച്ച് അവിടെ ആകെ പ്രകാശം കൊണ്ട് നിറച്ച് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കാതെ ലിറ്റിൽ ഫെയറി ഡോക്ടർ എന്ന് പലതവണ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ലിറ്റിൽ ഫെയറി ഡോക്ടർ ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഒന്നും കാണാനായില്ല. അത് മാത്രമല്ല, യാൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ജാറ് തുറന്നു നോക്കുമ്പോൾ പാമ്പിനെ പോലെ എന്തോ ഒന്ന് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മെഡൂസയും ചുറ്റിനും അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആ സ്ഥലമാകെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.